UAE ആണവ നിലയത്തിന്റെ അതിർത്തിയിൽ ഡ്രോൺ ആക്രമണത്തിൽ വൻ തീപിടുത്തം, ഒരു പ്രകോപനവും ഇല്ലാതെയാണ് ഭീകരാക്രമണം നടന്നതെന്ന് അധികൃതർ വ്യക്തമാക്കി. US-ഉം ഇറാനും വീണ്ടും ഒരു യുദ്ധത്തിന് തയ്യാറെടുക്കുകയാണെന്ന സൂചനകൾ നിലനിൽക്കുന്നതിനിടെയാണ് പുതിയ ആക്രമണത്തിൽ ആളപായമോ ആണവ വികിരണ ചോർച്ചയോ ഇതുവരെയില്ല. ഇസ്രയേലിൽ നിന്നുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്കും ഉദ്യോഗസ്ഥർക്കും ആതിഥേയത്വം വഹിക്കുന്ന രാജ്യമാണ് UAE. അടുത്തിടെ ഇറാൻ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ നടത്തിയതായി ആരോപിച്ചിരുന്നു. ഹോർമുസ് കടലിടുക്കിനെ ചൊല്ലി ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷം രൂക്ഷമാണ്. സൗത്ത് കൊറിയയുടെ സഹായത്തോടെ UAE നിർമ്മിച്ച $20 ബില്യൺ ചെലവ് വരുന്ന ബറാക്ക ആണവ നിലയമാണ് ആക്രമിച്ചത്. അറബ് ലോകത്തെ ഏക ആണവ നിലയമാണ്. ദുബായ് ഉൾപ്പെടുന്ന 7 എമിറേറ്റുകളുടെ മൊത്തം ഊർജ്ജ ആവശ്യത്തിന്റെ 4/1 ഈ നിലയത്തിൽ നിന്നാണ്. തീപിടുത്തം നിലയത്തിന്റെ സുരക്ഷയെ ബാധിച്ചിട്ടില്ലെന്നാണ് റിപ്പോർട്ട്. ഈ യുദ്ധത്തിൽ 4 റിയാക്ടറുകളുള്ള ബറാക്ക നിലയത്തെ ലക്ഷ്യമിട്ടുള്ള ആദ്യ ആക്രമണമാണിത്. ഏതൊരു പുതിയ ആക്രമണത്തെയും നേരിടാൻ ഇറാന്റെ സൈന്യം പൂർണ്ണ സജ്ജരാണെന്ന് ഇറാന്റെ പ്രതിരോധ മന്ത്രാലയ വക്താവ് പറഞ്ഞു. ഇറാഖിന്റെ വ്യോമാതിർത്തിയിൽ നിന്ന് രാജ്യത്തേക്ക് കടന്ന 3 ഡ്രോണുകൾ തടഞ്ഞു നിർത്തി തകർത്തതായി സൗദി അറേബ്യ. അതേസമയം ഇറാനെതിരെ ഉടൻ ആക്രമണമെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ഇസ്രായേൽ സേനയ്ക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. യുദ്ധം ഉടൻ തുടങ്ങുമെന്നും ഒരുങ്ങിയിരിക്കാനുമാണ് നിർദ്ദേശം. ഡൊണാൾഡ് ട്രംപും ബെഞ്ചമിൻ നെതന്യാഹുവും ഫോണിലൂടെ സംസാരിച്ചു. അമേരിക്കയിൽ നിന്നുള്ള അറിയിപ്പിനായി ഇസ്രായേൽ സൈന്യം കാത്തിരിക്കുകയാണ്. ഇറാന് മുന്നറിയിപ്പുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വന്നു. ഇറാന്റെ സമയം അടുത്തുവെന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. ഇന്റർനാഷണൽ ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.